ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അച്ചാർ പൊടി ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള പൊടികളെല്ലാം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നാടൻ നെല്ലിക്കയാണ്. നിങ്ങൾക്ക് ഏത് നെല്ലിക്കയാണോ കിട്ടുന്നത് അത് ഉപയോഗിക്കാം. ഞാനിവിടെ ചെറിയ നാടൻ നെല്ലിക്ക കിട്ടിയപ്പോൾ അതൊരു കിലോൻ്റെ അടുത്തുണ്ടാവും, അതാണ് ഉപയോഗിക്കുന്നത്. ഇതിനി നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിനി നമുക്ക് ആവിച്ചെമ്പിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചെമ്പിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതിൻ്റെ തട്ട് വെച്ചതിന് ശേഷം നെല്ലിക്ക നല്ലപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നല്ലപോലെ നെല്ലിക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വലിയ നെല്ലിക്ക മാത്രമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നത്, ചെറുതൊക്കെ അതുപോലെ തന്നെ ഇടുകയാണ്. ഇതാ കണ്ടല്ലോ, നമ്മൾ വേവിച്ചെടുത്തോണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ നാടൻ നെല്ലിക്ക ആയതുകൊണ്ട് കയ്യിൽ കറ വരും, അതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് വേണമെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ അച്ചാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, നല്ലെണ്ണ തന്നെയാണ് എപ്പോഴും അച്ചാർ ഉണ്ടാക്കാൻ നല്ലത്. അതിൽ നിന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്തിട്ടുണ്ട്. കടുക് കുറച്ചധികം ചേർത്തിട്ടുണ്ട് ഞാൻ. അതിലിങ്ങനെ കടുക് കാണുന്നത് ഇഷ്ടമായതുകൊണ്ട്. ഇത് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു പിടി വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. ഇതിനി ഫ്ലെയിം ഓണാക്കി ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പൊടികൾ കൂടെ ചേർക്കാനുണ്ട്. ഉലുവയും കടുകും പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അച്ചാർ പൊടി ഇടുന്നതിന് പകരമാണ് ഈ ഉലുവയും കടുകും പൊടിച്ചതും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നത്. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് നേരത്തെ നമ്മൾ നെല്ലിക്ക വേവിച്ച സമയത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആ സെയിം കപ്പിൽ 1/4 കപ്പോളം വിനെഗർ ചേർക്കാം. അതല്ല നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പോളം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പാണ് ചേർക്കുന്നത്. ഇതിനി നന്നായി തിളച്ച് വരണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ. ഇത് നമ്മൾ ചേർത്ത വെള്ളവും വിനെഗറൊക്കെ നന്നായി തിളച്ച് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയതൊക്കെ ഞാൻ കട്ട് ചെയ്യാതാണ് ചേർക്കുന്നത്. വലിയ നെല്ലിക്ക കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലുള്ള വെള്ളം നല്ലപോലെ തിളച്ച് ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ വെള്ളം ചേർത്ത് കൊടുക്കുക, അതായത് നെല്ലിക്ക വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് തിളപ്പിച്ചെടുക്കണം. എന്തായാലും ഞാൻ ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം വെള്ളം ഇല്ല, എന്നാൽ വെള്ളം ഉണ്ട് താനും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഈ നാടൻ നെല്ലിക്ക അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.